നമസ്കാരം. അവസാനം കേരളം കാത്തിരുന്ന ആ വിധി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തനിക്കെതിരെയും തന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെയും നടത്തുന്ന SFI നടത്തുന്ന അന്വേഷണം ഏത് വിധേനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന സ്റ്റേ ഹർജി ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വീണ വിജയനും എക്സാലോജിക്കിനും ഇത് മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണ വിജയനിലേക്കും വീണ വിജയന്റെ കമ്പനിയിലേക്കും എത്താതിരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയും അനുചര വൃന്ദങ്ങളും കൂടി തന്നെയാണ് എക്സാലോജിക്കിനെ കൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി കൊടുപ്പിച്ചത്. എക്സാലോജിക് എന്ന കമ്പനി കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ കീഴിലുള്ള ROCയുടെ അന്വേഷണത്തിലാണെന്നും ROCയുടെ അന്വേഷണവുമായി താൻ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും പിന്നീട് സമാനമായ വിഷയത്തിൽ മറ്റൊരു സമാന്തര ഏജൻസിയുടെ അന്വേഷണം കൂടി വരുന്നത് അത് സാധൂകരിക്കത്തക്കതല്ല എന്നും അത് നിയമപരമായ പരിരക്ഷ തനിക്ക് ഉറപ്പാക്കുന്നതല്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ അന്വേഷണം ഏത് വിധേനയും തടയണം എന്നുള്ള ആവശ്യവുമായി തന്നെയാണ് വീണ വിജയനും എക്സാലോജിക്കും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചിലാണ് ഈ ഹർജി എത്തിയതും കഴിഞ്ഞ ആഴ്ച വിശദമായ വാദം കേട്ടതും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്നും വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്നും തീ പാറുന്ന വാദങ്ങൾ തന്നെയായിരുന്നു കർണാടക ഹൈക്കോടതിയിൽ കഴിഞ്ഞ ആഴ്ച 1.5 മണിക്കൂറോളം നീണ്ടുപോയത്. ഒടുവിൽ കേസ് വിധി പറയുന്നതിന് വേണ്ടി ജസ്റ്റിസ് നാഗപ്രസന്ന ഇന്നേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് 2:30 വിധി പ്രസ്താവം ഉണ്ടാവും എന്ന് കണക്കാക്കി കേരളം അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് 1,72 ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ളതായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ഈ സംഭവത്തിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അന്വേഷണം മാത്രം പോരാ, അതുകൊണ്ട് ഇതിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം കൂടി വരണം എന്ന് കാണിച്ചുകൊണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറായ അടുത്തിടെ BJPയിലേക്ക് ചേക്കേറിയ ഷോൺ ജോർജാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. പക്ഷേ ഷോൺ ജോർജിന്റെ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ താൽപര്യപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ എക്സാലോജിക് എന്ന തന്റെ കമ്പനിയിലേക്ക് സേവന വേതന വ്യവസ്ഥകൾ ഒന്നുമില്ലാതെ, അതായത് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെ 1,72 ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ളത് തന്നെയായിരുന്നു കേസ്. എന്നാൽ ഇത് സേവന വേതന വ്യവസ്ഥ പ്രകാരം ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയ സാമ്പത്തിക ക്രയവിക്രയം മാത്രമാണെന്നും അതിന് GST അടച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് വീണ വിജയൻ 1,72 ലക്ഷം രൂപ വാങ്ങി എന്നുള്ള ഉത്തരവുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായി മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എതിരായി ഉണ്ടായ ആരോപണമാണ് എന്ന് വിവക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു നിയമവൃത്തങ്ങളുടെ നിരീക്ഷണം. എന്തായാലും തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ, തന്നെയും തന്റെ അച്ഛനെയും ലക്ഷ്യമാക്കി നടത്തുന്ന ഒരു അന്വേഷണവും ആരോപണവുമാണ് എന്ന് തന്നെയായിരുന്നു വീണ വിജയൻ പറഞ്ഞത്. എക്സാലോജിക് ROCയുടെ അന്വേഷണം നേരിടുന്ന അവസരത്തിൽ മറ്റൊരു സമാന്തര ഏജൻസി കൂടി അന്വേഷിക്കുന്നത് നിയമപരമായി ശരിയല്ല എന്നുള്ള വാദമായിരുന്നു എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ വച്ചത്. എന്നാൽ ഇപ്പോൾ ആ വാദങ്ങളെല്ലാം പാടെ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണം നടത്താം, അന്വേഷണം തുടർന്ന് പോകാം എന്ന് തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനും ഇത്തരം ഇടപാടുകളിൽ, സാമ്പത്തിക ക്രമക്കേടുകളിൽ വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്നുള്ളതിന്റെ യഥാർത്ഥ സൂചനയാണ് നൽകുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇനി വീണ വിജയനിലേക്കും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും എത്തുമ്പോൾ തീർച്ചയായും അത് വീണ വിജയന്റെ അറസ്റ്റിലേക്ക് വരെ നീളും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കർണാടക ഹൈക്കോടതിയിൽ ഈ കേസിന്റെ വാദം കേൾക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ചോദ്യം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്തേക്ക് ഉണ്ടായത്. എന്നാൽ തൽക്കാലം നോട്ടീസ് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്ന് കോടതി മുമ്പാകെ മൊഴി കൊടുത്തത്. അതായത് ഈ കേസിൽ ഇനി അന്വേഷണം തുടരുന്ന പക്ഷം വേണ്ടി വന്നാൽ അറസ്റ്റിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ വീണ വിജയനെ തങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അസന്നിഗ്ധമായി കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞത്. അതായത് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിയുകയാണെങ്കിൽ തീർച്ചയായും വീണ വിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിച്ചതും അത് തന്നെയാണ് അർത്ഥമാക്കിയതും. ഇന്ത്യയിലെ മറ്റ് ഏത് അന്വേഷണ ഏജൻസികൾക്കും ഇല്ലാത്ത ഒരുപാട് അധികാരങ്ങൾ ഉള്ള ഏജൻസി തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ്.
കുറ്റക്കാരാണ് എന്ന് കാണുന്ന ആളുകൾ, അതായത് പ്രതികൾ എന്ന് കാണുന്ന ആളുകളുടെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മൊഴികളും അവർ രേഖപ്പെടുത്തുന്ന വിശദാംശങ്ങളും തൃപ്തികരമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുവാൻ വരെയുള്ള അധികാരം ഈ അന്വേഷണ ഏജൻസികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളായ വീണ വിജയനെയും വിരളി പിടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ഏത് വിധേനയും തടസ്സപ്പെടുത്തുക, സ്റ്റേ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്കിനെതിരെ നടക്കുന്ന സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയുമായി എത്തിയത്. അതെന്ത് തന്നെയായാലും കർണാടക ഹൈക്കോടതി വീണ വിജയന് എതിരെ ഉള്ള സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരാം എന്നുള്ള ഉത്തരവിറക്കിയിരിക്കുന്നു. വീണ വിജയൻ തന്റെ കമ്പനിക്ക് നേരെയും തനിക്ക് നേരെയും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അന്വേഷണം തടയണം എന്ന് ചൂണ്ടിക്കാണിച്ചു സമർപ്പിച്ചിരുന്ന കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പുതിയ വിശേഷം. ഇതെന്ത് തന്നെയായാലും കർണാടക ഹൈക്കോടതി ഹർജി തള്ളിയതിന്റെ തൊട്ടുപുറകെ തന്നെ സുപ്രീം കോടതിയിൽ ഹർജിയുമായി നീങ്ങാനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വീണ വിജയന്റെയും താല്പര്യം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വീണ വിജയനോട് അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത് വീണ വിജയൻ ഏത് വിധേനയും അറസ്റ്റ് ഒഴിവാക്കുവാൻ വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ്. അതിനുവേണ്ടി അവിടെ ഒരു പ്രത്യേക ടീമിനെ തന്നെ പിണറായി വിജയൻ നിയോഗിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടും സമയം കളയാതെ തന്നെ സുപ്രീം കോടതിയിൽ മറ്റൊരു ഹർജിയുമായി ഇവർ സമീപിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ വിധി വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുഖത്തേറ്റ ഏറ്റവും വലിയ കനത്ത പ്രഹരം തന്നെയാണ്. നിയമത്തിന്റെ വഴിക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും വീണ വിജയനും വീണ വിജയന്റെ അച്ഛനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അഴിക്കുള്ളിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്യുമോ, വീണ വിജയന്റെ അറസ്റ്റിനെ തുടർന്ന് അത് മുഖ്യമന്ത്രിയുടെ രാജിയിലേക്കും അഥവാ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ഈ അന്വേഷണം ചെന്നെത്തുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.